അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നമ്മുടെ തോറിനെ കൊണ്ട് സ്നാപ്പ് ചെയ്യിപ്പിക്കാതിന്റെ കാരണം തോറിന് വലിയ പവർ ഒന്നുമില്ല, തോറിനെ കൊണ്ടൊന്നും കൂട്ടിയ കൂടാത്ത കാര്യമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഹൾക്കിനെ കൊണ്ട് സ്നാപ്പ് ചെയ്യിപ്പിച്ചതെന്നാണ് പലരും വിചാരിക്കുന്നത്. ആക്ച്വലി അതിന്റെ കാര്യം അങ്ങനെയൊന്നുമല്ല. ഈ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് ശേഷം താനോസിന്റെ സ്നാപ്പിനെ തടയാൻ പറ്റാത്ത തോറ് വളരെയധികം ഡിപ്രഷനിലാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാക്ട് കൊണ്ട് മാത്രമല്ല, നമ്മുടെ തോറ് സ്നാപ്പ് ചെയ്യുന്ന ടൈമിൽ, അതായത് നമ്മൾ സ്നാപ്പ് ചെയ്യുന്ന ആളുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട് വേണം നമ്മൾ സ്നാപ്പ് ചെയ്യാൻ. എന്നാൽ മാത്രമാണ് ആ പ്യുവർ ഫോം ഓഫ് ആ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സംഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഉദ്ദേശം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ തോറിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തോറിന് അസ്ഗാർഡ് പോയെടുക്കണം, അതിന്റെ ഫാമിലി ഫുള്ളും പോയെടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ തോർ സ്നാപ്പ് ചെയ്യാൻ തന്നെ ആദ്യം കൊണ്ടുവരാൻ പോകും നമ്മുടെ അസ്ഗാർഡിനെയും അതിന്റെ ഫാമിലിയും തിരിച്ചുകൊണ്ടുവരാൻ പോവാണ്. ഇവരൊക്കെ സ്നാപ്പിൽ പോയവരല്ല, ആക്ച്വലി ശരിക്കും മരിച്ചു പോയവരാണ്. അതുകൊണ്ട് ആ ഒരു സംഭവം അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സിന്റെ തന്നെ ബാലൻസിനെ അത് ബാധിക്കുന്ന ഒരു കാര്യം. സോ ഈ കാരണം കൊണ്ടൊക്കെ തന്നെയായിരിക്കും നമ്മുടെ തോറിനെ കൊണ്ട് അവർ സ്നാപ്പ് ചെയ്യിപ്പിക്കേണ്ടിരുന്നത്. അപ്പോൾ ഹൾക്കിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൾക്കിന് നമ്മുടെ നറാഷ്, അതായത് നമ്മുടെ ബ്ലാക്ക് വിഡോനെ കാണാനുള്ള ആ ഒരു സംഭവം. പക്ഷേ ഹൾക്കിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി ഇന്റലിജന്റ് ആണ്. അത് മാത്രമല്ല അത്രയ്ക്ക് ഡിപ്രഷൻ സ്റ്റേജിരിക്കുന്നു അദ്ദേഹം പോയിട്ടില്ല. പക്ഷേ തോറിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. ബോഡി കണ്ടീഷനും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം തന്നെയായിരിക്കും. സോ ഇൻട്രസ്റ്റിംഗ് ഫാഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചേക്കാം.